അഷ്ടവക്രഗീത എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ രാമായണത്തിലെ സീതയുണ്ടല്ലോ, അപ്പോൾ സീതയുടെ അച്ഛനാണ് മിഥിലയിലെ രാജാവായ ജനകരാജാവ്. അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു സ്വപ്നം ഉണ്ടായി. അതായത് യാചകനായിട്ട് തെരുവിൽ അലഞ്ഞ് നടക്കുന്ന തന്നെയാണ് അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നത്. ആ യാചകൻ വിശന്ന് അലഞ്ഞ് ആകെ ക്ഷീണിച്ച് അവശനായി ഇപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചത്തുപോകുന്നുള്ള അവസ്ഥയിൽ നടക്കുന്ന ഒരു യാചകനായിട്ടാണ് കാണുന്നത്. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് നടക്കുമ്പം ഏതോ ഒരു ദയാലു ഒരു കഷ്ണം, ഇപ്പോഴത്തെ സെൻസിൽ നമുക്ക് അപ്പന്നോ ദോശ എന്നോ പറയാവുന്ന ഒരു കഷ്ണം അങ്ങനെ കൊടുത്തു. പണ്ടത്തെ ഒരു ശീലമുണ്ട്, നമ്മൾ ഒരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ഷെയർ ചെയ്യാതെ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും രാജാവിന്, അതായത് യാചകനായ രാജാവിന് ഇത് ആർക്കും കൊടുക്കാൻ താല്പര്യമില്ല. കാരണം അത്ര അധികമാണ് വിശപ്പ്. ഇങ്ങനെ ഒളിച്ച് വെച്ച് പാത്ത് വെച്ച് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിങ്ങനെ വായിലിടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയതും ഇടാൻ വേണ്ടിയുള്ള ആ ഒരു മൊമെൻറ്റിൽ ഒരു പരുന്തിങ്ങനെ താണ് വന്ന് ഈ അപ്പം കൊത്തിക്കൊണ്ടുപോവാണ് രാജാവിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ രാജാവ് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണീക്കുകയാണ്. ആ വിളിയോടെ അദ്ദേഹം ഉറക്കത്തിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും എണീക്കുകയാണ്. എണീറ്റ് കഴിഞ്ഞ രാജാവിന് ഒരു സംശയം ഉണ്ടാവുകയാണ്. ഈ രാജാവ് കണ്ട സ്വപ്നമാണോ ആ യാചകൻ, അല്ലെങ്കിൽ ആ യാചകൻ കാണുന്ന ഒരു സ്വപ്നം മാത്രമാണോ ഈ രാജാവ് എന്ന ഞാൻ? ഏതാണ് റിയൽ, ഏതാണ് സ്വപ്നം എന്നുള്ള ഒരു കൺഫ്യൂഷൻ രാജാവിന് ഉണ്ടാവുകയാണ്. അപ്പോൾ രാജാവ് ഇത് അദ്ദേഹത്തിൻ്റെ എല്ലാ പണ്ഡിതന്മാരോടും വിളിച്ചു ചോദിക്കുകയാണ്, ഇതിൻ്റെ അർത്ഥം ഏതാണ് ഞാൻ, ഏതാണ് റിയൽ ഞാൻ, എവിടെയാണ് എന്നുള്ളത് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ആർക്കും ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ അഷ്ടവക്രൻ, അതായത് ശരീരത്തിന് 8 ബെൻസുള്ള ഒരാളായിട്ട്, ഒരു വൈരൂപ്യമുള്ള ഒരു സന്യാസിയാണ് അഷ്ടവക്രൻ. അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒന്നും അധികമില്ലാത്ത, പുറത്തേക്കൊന്നും അധികം വരാത്ത ഒരാൾ ഉണ്ട്. അദ്ദേഹം ബ്രഹ്മജ്ഞാനമുള്ള ആളാണെന്നാണ് പറയപ്പെടുന്നത്. വേണമെങ്കിൽ അങ്ങേക്ക് അദ്ദേഹത്തിനെ പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഒരു ഉത്തരം കിട്ടുമായിരിക്കാം എന്ന് ആരോ അദ്ദേഹത്തിനോട് പറയാണ്. അങ്ങനെ അഷ്ടവക്രനെ കണ്ട് രാജാവ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണിത്. അപ്പം രാജാവിൻ്റെ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് അഷ്ടവക്രൻ കൊടുക്കുന്ന ഉപദേശമായിട്ടാണ് ഈ അഷ്ടവക്രഗീത പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഭഗവത്ഗീതയെ പറ്റിയ മാത്രമേ അങ്ങനെ വളരെ വ്യാപകമായിട്ട് പ്രചാരത്തിലുള്ള അറിവായിട്ടുള്ളൂ അല്ലേ? അപ്പോൾ എന്താണ് ഈ അഷ്ടവക്രഗീത അങ്ങനെ അധികമൊന്നും പുറത്തു വരാതിരുന്നത്? ചിലപ്പം ഭഗവത്ഗീത ചിലപ്പോൾ ഒരു പൊളിറ്റിക്കൽ കളിയുടെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പം ഭഗവത്ഗീത മാത്രം അങ്ങനെ പുറത്തു വന്നത്. അല്ലെങ്കിൽ വേറൊരു ആസ്പെക്റ്റ് ഇതിൻ്റെ പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, സ്പിരിച്വൽ ആസ്പെക്റ്റിൽ പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഭഗവത്ഗീത വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, അത് ഒരു യുദ്ധമുഖത്ത് അർജുനൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തെ, അല്ലെങ്കിൽ ഒരു നിസ്സഹായനായി പോകുന്ന അർജുനനെ ഉപദേശിച്ച് ഒന്ന് ഉഷാറാക്കാൻ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പ്രാപ്തനാക്കുന്ന, അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാൻ പ്രാപ്തനാക്കുന്ന കൃഷ്ണൻ്റെ ഉപദേശങ്ങളാണത്. അപ്പം ആരാണ് അർജുനൻ ശരിക്കും? നമ്മളൊക്കെ അർജുനന്മാരാണല്ലേ? നമ്മൾക്ക് അതുപോലെയുള്ള അവസ്ഥ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റായിട്ട് നമ്മൾ നിസ്സഹായന്മാരായിട്ട് നിൽക്കുന്ന, നമ്മൾ എന്ത് വേണം, എങ്ങനെയാണ് ഇതിനെ മറികടക്കുക എന്ന് ചിന്തിച്ച് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിൽക്കാൻ പറ്റുന്ന അവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പം അതിനെ എങ്ങനെ മറികടക്കണം എന്ന് ഉള്ള അറിവാണ് ശരിക്കുള്ള ഈ ഭഗവത്ഗീതയുടെ നോളജ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഇത് ഡേ ടു ഡേ ലൈഫിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു വിസ്ഡമാണ്, അല്ലെങ്കിൽ ഒരു നോളജാണ് ഭഗവത്ഗീത. പക്ഷേ ഈ അഷ്ടവക്ര ഗീത എന്ന് പറയുന്നത് സ്പിരിച്വലി നമ്മൾ ഓൾറെഡി ഒരു ലെവലിലുള്ള, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിലേക്ക് അതിനെ ലക്ഷ്യമാക്കി നടക്കുന്ന ഒരു മനുഷ്യന് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡെപ്തുള്ള, സ്പിരിച്വൽ ഡെപ്തുള്ള ഒരു സാധനമാണ് അഷ്ടവക്രഗീത. അതുകൊണ്ടായിരിക്കാം ഇത് അത്രയും പ്രചാരത്തിലല്ലാത്തത്. പക്ഷേ ഭഗവത്ഗീത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡേ ടു ഡേ ലൈഫിൽ എല്ലാവരിലും ഉള്ള അർജുനൻ അല്ലേ? എല്ലാവരിലും
ഉള്ള ആ അർജുനഭാവത്തിനെ, ആ യുദ്ധം മുഖത്ത് കാണുന്ന അർജുനഭാവത്തിനെ, അതായത് പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന നമ്മളെ ഒന്ന് ഉത്തേജിപ്പിക്കാനും ഒന്ന് എൻകറേജ് ചെയ്യാനും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ആ വിസ്റ്റമാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് അഷ്ടവക്ര ഗീതയെ പറ്റിയിട്ടും രാജാവിൻ്റെ സ്വപ്നത്തിനെ പറ്റിയിട്ടൊക്കെ പറയാനുള്ളത്. നിങ്ങളെപ്പോഴെങ്കിലും ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടോ? സ്വപ്നത്തിലെ ഞാനാണോ യഥാർത്ഥത്തിലുള്ളത്, അതോ ഈ ഞാനാണോ യഥാർത്ഥത്തിലുള്ളത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.